അപ്പോൾ എല്ലാവർക്കും വീണ്ടും നിവാൻഡേക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നുണ്ടെങ്കിൽ 350 കച്ചി വെച്ചിട്ട് ഒരു ഫാൻസ് ലൈറ്റ്, ഒരു കുപ്പിയുമ്പോൾ ഫാൻസ് ലൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. കച്ചിയാണ് അതിൽ മെയിനായിട്ട് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ അതിലുള്ള എൽ സ്ട്രിപ്പാണ്, 12 വോൾട്ടിലെ എൽ സ്ട്രിപ്പാണ് നമ്മൾ ഇട്ടേക്കണത്. അപ്പോൾ നമ്മൾ അധികം പറഞ്ഞാൽ കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലിട്ട് തന്നെ പോവാം. നമ്മൾ എടുത്തേക്കണ കുപ്പി വൈറ്റ് കുപ്പിയാണ്. കളർ കുപ്പി ഒന്നും പറ്റില്ല. അത് കളർ കുപ്പി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കച്ചിയുടെ കളർ, ഈ കച്ചി ലൈറ്റ് ഇടുമ്പോൾ കച്ചിയുടെ കളർ കച്ചിയായിട്ട് തോന്നിക്കില്ല. നമുക്ക് വേറെ കളറാകുമ്പോൾ കച്ചി ഒട്ടിച്ചാൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അതാണ് നമ്മൾ വൈറ്റ് കുപ്പി തന്നെ ലിക്കറിൻ്റെ കുപ്പിയാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് വെള്ളം തിളപ്പിച്ച് ഇപ്പുറത്ത് തണുത്തോളം വെച്ചേക്കണം. പക്ഷേ ഇതിനകത്ത് ഒറ്റയടിക്കൊന്നും പൊട്ടിപ്പോയില്ല. നമ്മൾ നേരെ ഇവിടെ കൊണ്ടുപോയി ഷോപ്പിൽ കൊണ്ടുപോയി ഇതൊന്ന് കട്ടറിനൊന്ന് വരഞ്ഞൊന്ന് ഒരു മാർക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അത് നേരെ കൊണ്ടുവന്നുകൊണ്ട് തിളപ്പിച്ചുകൊണ്ട് മുക്കിക്കൊണ്ട് പച്ചവെള്ളത്തിൽ മുക്കി അങ്ങനെ 2 പ്രാവശ്യം മുക്കിയപ്പോൾ ഈ സാധനം വിട്ടു പോകുന്നത്. ചില വീഡിയോസൊക്കെ പെട്ടെന്ന് വിട്ടു പോകുന്നത്, അതെന്താണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷേ എനിക്ക് അനുഭവം ഉണ്ടായത് ഇങ്ങനെയാണ്. 3-4 പ്രാവശ്യം മുക്കിയപ്പോൾ ഈ സാധനം വിട്ടു പോകുന്ന നേരെ ഒരു ചെറിയ പൊട്ടുകൾ പോയി പിന്നെ നമ്മൾ വെള്ളത്തിൽ മുക്കുക. അങ്ങനെ മുക്കി സംഭവം വിട്ടു പോകുന്നത് എന്തായാലും കറക്റ്റായിട്ട്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുപോയാൽ നമുക്ക് ഇനി കച്ചി ഒട്ടിക്കാൻ പോണത്. ഈ കച്ചി ഒട്ടിക്കാൻ വേണ്ട കുപ്പി ഇങ്ങനെ വെച്ചിട്ട്, അപ്പോൾ നമ്മൾ കച്ചി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഫെവിക്വിക്ക് എടുത്തേക്കാണ്. പിന്നെ നമ്മൾ എടുത്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിലിക്കോൺ. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഫെവിക്വിക്ക് വെച്ച് ഇത് ഒട്ടിക്കേണ്ടി വരും. അതായത് മറ്റേ സിലിക്കോൺ വലിച്ച് ഒട്ടിച്ചാൽ നിൽക്കൂല. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്ന ഫെവിക്വിക്ക് വെച്ച് ഒട്ടിച്ചിട്ട് അതിന് ഗ്യാപ്പിലാണ് സിലിക്കോൺ നമ്മൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് ഒട്ടിച്ചെടുക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ വേണ്ട കച്ചിങ്ങനെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇത്തിരി താമസം ഉണ്ടാവട്ടെ ഒട്ടിച്ചെടുക്കണമെങ്കിൽ. അത് ആദ്യത്തെ ലെയർ കെട്ടിക്കാൻ ഇത്തിരി താമസം ഉണ്ടാവും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു നൈസ് തുള്ളി ഇട്ടാൽ മതി. ഒട്ടിക്കാൻ ഇത്തിരി താമസം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചിടാൻ പാടുള്ളത്. അപ്പോൾ നമുക്ക് ചുറ്റും ഒട്ടിക്കാൻ വേണ്ടി. അപ്പോൾ ഒരുപാട് ടൈം എടുക്കാൻ നമുക്ക് ഒരുപാട് നേരം വീഡിയോസ് ഒരുപാട് സമയമായി പോകും. അതാണ് അത് ഒട്ടണില്ല, ഒട്ടിക്കോളത്. നമ്മുടെ ഈ ഫെവിക്വിക്ക് ഒരു തുള്ളി ഒന്നുമില്ല, ഒരു ചെറിയൊരു പോയിന്റ് വരുന്നുള്ളത്. ഇത് ഒട്ടാനായിട്ട് ഒരുപാട് താമസം കൊടുക്കും ഈ ഇതാരണം. ഇതിനകത്ത് എന്താ കുഴപ്പം വെച്ചാൽ നമ്മൾ ഈ റൗണ്ട് എത്തി വരുമ്പോൾ ചെറിയ കച്ചും വലിയ കച്ചിയൊക്കെ മേടിക്കണേലും ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ആ റൗണ്ട് എത്തിക്കാൻ വേണ്ടി ചെറിയ കച്ചി വെച്ച് ഒന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കണം നമ്മൾ. അല്ലെങ്കിൽ അത് ചിലപ്പോൾ കയറിയിരുന്നു വരും. അപ്പോൾ അങ്ങനെ ഫില്ല് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ ഗ്യാപ്പില്ലാണ്ട് നമുക്ക് കിട്ടണതാണ്. ഒരു ലെയർ ഒട്ടിച്ചിട്ടാ ഇനിയിപ്പോൾ നമ്മൾ സിലിക്കോണിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കാൻ പറ്റും. അതായത് ഒരു ലെയർ മറ്റേ ഈ നമ്മുടെ പൊട്ടിച്ചിട്ട് സാധനം ഇങ്ങനെയുണ്ട്. ഇതിങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ ഉള്ളോട്ട് ഇങ്ങനെ സിലിക്കോൺ ഇട്ടിട്ട് നമ്മളതിന് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പിന്നെ പിടുത്തു പോയി മൊത്തത്തിൽ. ഇനിയിപ്പോൾ ഈ ഒട്ടിച്ചൊട്ടിച്ചൊട്ടിച്ച് മുകളിലോട്ട് കയറി വരും. ഒരുപാട് കുറച്ച് ഒന്ന് വലിയാണ്ട് ഒട്ടിക്കാൻ പറ്റുന്നില്ല നമുക്ക്. വടിയിലത്തെ പീസ് മാത്രം നമ്മൾ സൂപ്പർ ഈ ഫെവിക്വിക്ക് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു പണിയാണ് ഞാൻ മൊത്തം ഒട്ടിച്ചെടുക്കുന്നത്. ഇത്ര പേര് ഒട്ടിച്ചേക്കാണ്ട. ഇനിയും കച്ചി ഇപ്പോൾ കുറവാണ്, കച്ചി തയ്യൂല. സിമ്പിളായിട്ട് ഒട്ടിക്കാൻ പറ്റുമോ? നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഈ കച്ചി ഇങ്ങനെ കളർ മാറ്റി മറിച്ചൊക്കെ ഒട്ടിക്കണം. കുറച്ചും കൂടി ഭംഗിയുണ്ടാവുമല്ലോ.
ഇത്ര ഒട്ടിച്ചപ്പോഴും കച്ചി തീർന്നു കേട്ടാ. ഇപ്പം ഏകദേശം ഒരു 150 കച്ചോളം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു 300 കച്ചി വേണ്ട വരുമെന്ന് തോന്നുന്നു. എൻ്റെ പകുതി കൂടെ ഒട്ടിക്കാനുണ്ട്. അപ്പം ഇനി കച്ചി തീർന്നു പോയി. അപ്പം ഇനി നമുക്ക് കച്ചി മേടിക്കേണ്ടി വരും. അപ്പോൾ സംഗതി നല്ല ഭംഗിയായിട്ടാണ് അയാണ്ട്. ഇങ്ങനത്തെ വീഡിയോസ് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഐഡിയ ഉണ്ടത്. ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും ഇവിടെ എന്തായാലും. അപ്പോൾ നമ്മൾ വീണ്ടും പോയി കച്ചി കുറച്ച് മേടിച്ചിട്ടാണ്. കുറച്ച് കൂടുതലാണ് മേടിച്ചേക്കണത്. 100 കച്ചി ഞാൻ മേടിച്ച്, രണ്ടാമത് പോയി മേടിച്ച്. അപ്പോൾ 150 കച്ചി ഒട്ടിച്ചിട്ടുണ്ട്. നമ്മൾ കറക്റ്റായിട്ട് എണ്ണിയിട്ടില്ല. ഏകദേശം ഒരു ഇതിലാണ് എണ്ണിപ്പോയത്. ഇനി എത്ര കച്ചി വരുമെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഐഡിയ ഒന്നുമില്ല. എന്നാലും കച്ചി അത്യാവശ്യം വരാൻ ചാൻസ് ഉണ്ട്. മുകളിലോട്ട് കയറുമ്പോൾ പിന്നെയും കച്ചി ആ ഒരു സംഭവത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞുകൊണ്ട് നമ്മൾ കച്ചിയുടെ എണ്ണം ലാസ്റ്റാകുമ്പോൾ അറിയാൻ പറ്റുള്ളൂ നമുക്ക്. ഒട്ടിച്ചിട്ടാ ഇത് ഒറ്റടി പൊട്ടിക്കാൻ പറ്റുള്ളൂ. ഒറ്റടി പൊട്ടിച്ചിട്ട് ഇടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഇത്ര പേര് ഒട്ടിച്ചേക്കാം. ചിലതൊക്കെ വിട്ടുപോകുന്നുണ്ടെങ്കിൽ അത് വെറുതെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിനി ഇത്രയും വരെയാണ് നമുക്ക് ഒട്ടിക്കുന്നത്. നല്ല അത്യാവശ്യം വെയിറ്റ് വേണ്ടേ. അപ്പോൾ നമുക്കിനി അപ്പോൾ ഉണങ്ങിയിട്ട് നമ്മൾ അടുത്തൊട്ടിച്ചു. ഇനി പോകുന്നുണ്ടോ അല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തത്. നല്ല സൂപ്പറായിട്ട് കഴിഞ്ഞിരിക്കണം. നല്ല ശരിക്കും ബലം. ഇപ്പം ഇതിലൊട്ടിച്ചാൽ ബലം പോലെ നമുക്കിനി മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കുമ്പോൾ നല്ല ക്ഷമ വേണം. ഒരുപാട് നേരം എടുത്തിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. ഞാനിപ്പോൾ അത് 2 ദിവസം എടുത്ത് ഈ സാധനം ഒട്ടിക്കാനായിട്ട്. അതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സാധനം വലിഞ്ഞ് കിട്ടണമല്ലോ. എന്നാലും ഒരു 2-3 മണിക്കൂർ ആകുമ്പോൾ ഈ സാധനം വലിയും. എന്നാലും പറയാൻ പറ്റില്ല വിട്ടു വന്നു വെച്ചാൽ പിറ്റേ ദിവസം ഞാൻ ഒട്ടിച്ചെടുത്തായിട്ട്. എന്നാലും ക്ഷമ നന്നായിട്ട് വേണം. കുപ്പിയുടെ പണിയെല്ലാം നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചിരുന്നിട്ടാ. കച്ചിയെല്ലാം ഒട്ടിച്ചിരുന്നു. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഒരു കയറിട്ടി കൊടുക്കാൻ വേണം. അത് ശരിക്കും ഭംഗിക്ക് വേണ്ടിയാണ്. എന്നാലും അതൊരു മേന കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കയറി ഇനി ചിറ്റാൻ പോയിട്ട് അപ്പോൾ നമ്മളത് സൂപ്പർ ഗ്ലൂ ഒന്ന് ഒട്ടിച്ചു, അല്ലെങ്കിൽ നിൽക്കൂലി സാധനം. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ കമ്പിട്ട് എടുത്തിട്ട് ഒട്ടിച്ചിട്ട് അത് നമ്മളിങ്ങനെ സിലിക്കോൺ ഇട്ട് കളഞ്ഞാൽ മതി. ചിറ്റി കഴിഞ്ഞിട്ടാ. ചിറ്റിന്നുണ്ടെങ്കിൽ നമ്മളൊരു നീല കയറാണ് എടുത്തേക്കണത്. അപ്പോൾ അത് ചിറ്റിക്കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ലൈറ്റ് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇനി ലൈറ്റ് നമ്മൾ ഇട്ട് കൊടുക്കാം എന്തായാലും. അപ്പോൾ നമ്മൾ ഏകദേശം പണി തന്നേക്കാം. ഇതാണ് ലോക്ക് സിസ്റ്റം കൊടുത്തത്. ഇത് ഒരു 5mm കമ്പനി നമ്മൾ വളച്ചെടുത്തേക്കണം. കുപ്പിയുടെ ഉള്ളിൽ ഇട്ടുണ്ടെങ്കിൽ ഇത് ലോക്കായി കിടന്നുള്ളൂ. ഇത് ഒരിക്കലും നീളില്ലാതെ ടെമ്പറുള്ള കമ്പിയാണ്. എന്നിട്ട് പിന്നെ ഇട്ടേക്കുന്നത് ഓപ്പാണ്ട ഈ 2 വീലറിൻ്റെ ഈ കേബിളാണ് ഇട്ടേക്കുന്നത്. കണ്ട നല്ല ഉഗ്രൻ കേബിളാണ് ഇട്ടേക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടേക്കുന്നത് നമ്മുടെ പൈപ്പ്. ഈ പൈപ്പിനാണ് നമ്മൾ ഈ സ്ട്രിപ്പ് പൊട്ടിക്കാൻ പോകുന്നത്. സ്ട്രിപ്പ് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഉണ്ടായ സ്ട്രിപ്പാണത്. അപ്പോൾ ഇതിന് നല്ല വില ഉണ്ട്. ഇനി 90 മീറ്ററിന് വരുന്നത്. നല്ല ക്വാളിറ്റി കൂടിയ സ്ട്രിപ്പാണ്. അപ്പോൾ അത് നമ്മൾ ഈ 2 സൈഡിലും ഈ സാധനം ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഒട്ടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വസ്തു വെച്ച് കെട്ടി എന്തെങ്കിലും ടൈറ്റ് കെട്ടി കൊടുത്താലും മതി. ടൈലാണ് ഗ്യാപ്പ് ഇന്നത്തില്ല. അത്രയ്ക്ക് അടുത്താണ് ഈ സ്ട്രിപ്പ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കെട്ടി കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ 4 സൈഡും വരും. അപ്പോൾ ഈ ചെറിയ പൈപ്പ് എടുത്ത് എന്താ വെച്ചാൽ വലിയ പൈപ്പ് ആകുമ്പോൾ ഗ്യാപ്പ് ഉണ്ടാവും. ചെറിയ പൈപ്പ് ആകുമ്പോൾ ഒട്ടും ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതൊരു സംഭവം നമുക്കിത് ഉറപ്പിച്ചു കൊടുക്കാം. നല്ല ടൈറ്റ് നല്ല ശരിക്കും മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ. പിന്നെ ഏറ്റവും അടിയിൽ നമ്മൾ 4 കമ്പി വെക്കേണ്ടത്. അതായത് ഇത് ചിലപ്പോൾ ആടുമ്പോൾ ഇത് അനങ്ങുമ്പോൾ പോകാണ്ടെങ്കിൽ സ്റ്റോപ്പ് പോലെ നമ്മൾ 4 സൈഡിലും ഒരു പ്ലസ് ആണെങ്കിൽ കമ്പി കൊടുക്കും. അപ്പോൾ നമുക്കത് കെട്ടിയെടുക്കാം എന്തായാലും. അപ്പോൾ കെട്ടിയെടുക്കാൻ നമ്മൾ എടുത്തേക്കുന്നത് ഒരു ചെമ്പിൻ്റെ ഇതാണ്. അത് ടൈറ്റ് കിട്ടിയാൽ അതൊരു പ്രശ്നം തന്നെയാണ്. അത് ചിലപ്പോൾ ടൈയൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലായി. കുറച്ചുകൂടെ പൊട്ടിപ്പോകും. നമ്മൾ ചെമ്പമ്പി എടുത്തേക്കണം. നമ്മൾ ചെമ്പമ്പി എടുക്കുമ്പോൾ വേറെ നമുക്ക് നേരെ ഈ സാധനം എന്താ ഇതിങ്ങനെ ഇട്ടാൽ കെട്ടിക്കൊടുത്തിട്ട് ഇവർ ഓക്കെ പശു ചൊട്ടിച്ചാലും അത് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മളിതാണ് ഇങ്ങനെ ഒരു സംഭവത്തിലോട്ട് വന്നത്. ശരിക്കും കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായതാണ്. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സ്ട്രിപ്പ് വെക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഒട്ടിച്ചാൽ കുറച്ചാൽ വിട്ടു പോലും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ടൈ ഇട്ടാലും അത് പ്രശ്നവും. ടൈ ഇട്ടാൽ കുറച്ചാൽ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കുറച്ച് ടൈറ്റ് ഇട്ടാൻ വേണ്ടി നമ്മൾ ടൈ ഉപയോഗിക്കാതെ ടൈ ഇട്ടുണ്ടെങ്കിലും ഈ പറഞ്ഞിട്ട് ഇതിനുള്ളിൽ ചിലപ്പോൾ നല്ല ചൂടാകുമ്പോൾ പറയാൻ പറ്റില്ല. പിന്നെ ടൈ ചിലപ്പോൾ കുറച്ചാൽ പോയില്ല. അതിന് നമ്മൾ എങ്ങനെ ഒട്ടിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തു വെച്ച് നമ്മൾ കെട്ടിക്കൊടുത്താൽ മതി, വിഷയമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇനിയിപ്പോൾ ഇതൊക്കെ ഒട്ടിക്കാൻ ഇതിന് സോൾഡർ ചെയ്യാനുണ്ടാകും. ഇത് നമ്മൾ കംപ്ലീറ്റ് സോൾഡറിങ് ചെയ്യാണ്ട് വയറുകൾ എടുക്കണം. അപ്പോൾ അതിനുള്ള പണി നമുക്ക് നോക്കാം എന്തായാലും. അപ്പോൾ നമുക്ക് ഇതിമത്തെ പണി കഴിഞ്ഞിട്ടാണ് 4 സൈഡിൽ നമ്മൾ കറക്റ്റായിട്ട് വെച്ചിട്ട് നമ്മളൊരു ചെറിയൊരു കമ്പി കഷ്ണം വെച്ചാണ് ഈ സാധനം ചുറ്റി വെച്ചേക്കുന്നത്.
അങ്ങനെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കത്തിച്ച് നോക്കട്ടെ. 4 സൈഡ്. അപ്പോൾ വലുതാവുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പിൽ വേണ്ട, ഒരു തരം ഗ്യാപ്പ് വന്നിട്ടില്ല. അപ്പോൾ അതിനോട് നമ്മൾ ചെറിയ ഒരു പൈപ്പ് എടുത്തത് നമുക്കൊന്ന് കത്തിച്ച് നോക്കണ്ടായിരുന്നു. എന്താ ഒരു ഉഗ്രം വെട്ടമാണ്, ഒരു കുഴപ്പമില്ലാണ്ട് നല്ല 4 സൈഡ് പക്കയിട്ട് കത്തിയാറുണ്ട്. നമുക്ക് ഞാൻ നല്ല സെറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിലോട്ട് ഈ കുട്ടിലോട്ട് നമുക്ക് കയറ്റാൻ വേണ്ട എല്ലാം കയ്യൊക്കെയാണ്. കയ്യിൽ നിന്ന് കുറച്ചുകൂടി തീരാണ്ട്. അപ്പോൾ ഒരു വയറിലേക്ക് നമ്മൾ വയറിങ്ങനെ പോകില്ല. അതിൻ്റെ ഈ വയസ്സിൻ്റെ വയറില്ല, അതിൻ്റെ കേബിൾ നമ്മൾ കയറ്റേണ്ട. നമ്മൾ വയറിനോട് കണക്ട് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഈ മുകളിലോട്ട് വലിക്കുമ്പോൾ അത് പോരാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ആ കമ്പിയൊന്നും വെച്ചിട്ടില്ല. ഇട്ടുന്ന നമ്മൾ 4 സൈഡ് കമ്പി, പക്ഷെ നമ്മൾ ഇട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി. ഇവിടെ എനിക്ക് ഇങ്ങോട്ട് നേരെയാണ് കയറ്റുന്നത്. സംഭവം സെറ്റായിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കത്തിച്ച് നോക്കാം. എങ്ങനെയാ ഇവരുടെ ലൈറ്റ് എന്തോരം പ്രകാശമൊക്കെ ഉണ്ട്, നമുക്ക് കത്തിച്ച് നോക്കുന്നു. നല്ല നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തായാലും നല്ല നമ്മുടെ ബാമാണ് ഇട്ടേക്കുന്നത്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ. നല്ല ഭംഗിയുണ്ട് കാണാൻ എന്തായാലും. അപ്പൊ നമുക്ക് അടുത്ത വഴിയിലേക്ക് നമുക്ക് എന്തായാലും പോവാം. ഇടാനുള്ള ഒരു സ്പ്രിംഗ് പോലത്തെ വയറാണ്. എന്താ ഇത് ബ്ലാക്ക് കളർ വയറാണ്. അപ്പൊ ഇത് മീനാണ് ഈ പറഞ്ഞിട്ട് വയറാ വന്നേക്കുന്നത്. അപ്പൊ ഇത് ഇതിന്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റി കൊടുക്കുന്നത്. ഈ ഒരു നമ്മുടെ കേബിളിൽ കൂടെ നേരാണ് കയറ്റി കൊടുക്കുന്നത്. ഇത് മേല് തടയുണ്ട്. അപ്പം എന്തെങ്കിലും വെച്ച് ഒട്ടിക്കേണ്ടത് നോക്കട്ടെ. ഇതിങ്ങനെ വേണ്ടത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ആ ഒരു വയർ ഇടുമ്പോഴാണ് കണക്ട് ചെയ്യണം. ഇത് ഇൻസ്റ്റാള് ഉള്ളിലോട്ട് നമ്മൾ ഇത് കയറി പോകേണ്ടത്. ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ നല്ല ഭംഗിയുമായിട്ട് കാണാനായിട്ട്. അപ്പൊ നമുക്ക് ഞാൻ ആ ഇൻസ്ട്രക്ഷൻ നമുക്ക് ചെറ്റി കൊടുക്കാനായിരുന്നു. അപ്പൊ നമ്മുടെ ഇൻസ്ട്രക്ഷൻ കിട്ടി എന്നുകൊണ്ട് നമുക്ക് ഒറ്റ വയറായിട്ട് എടുക്കാൻ പറ്റില്ല. അതായത് എടുത്തു കഴിയുമ്പോൾ ഇത് ഇടങ്ങേറാണ് ചെയ്യാനായിട്ട്. അതാണ് നമ്മളിങ്ങനെ ജോയിന്റ് കൊടുത്തു കേട്ടാ. എന്നിട്ട് നമ്മൾ ഇതിന്റെ ഉള്ളിലോട്ട് അങ്ങനെ പയ്യനെ ഇറക്കി കൊടുക്കുകയാണ്. അത്യാവശ്യം കുറച്ച് ടൈറ്റ് ഉണ്ട്. അപ്പൊ ആരോട് ഇന്നു അപ്പൊ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അപ്പൊ നമുക്കൊന്ന് ഇപ്പൊ കണക്ഷൻ നേരത്തെ കൊടുത്താൽ കൊടുത്തു നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എന്തായാലും നല്ല ഈ കച്ചേകളെ നല്ല രസമാണ് കാണാനായിട്ട്. നല്ല നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര ഭംഗിയുടെ ആവശ്യം. കച്ചേകളൊക്കെ ഒരു വെറൈറ്റി സംഭവമായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പൊ ഇത് എന്തായാലും സംഭവം ഓക്കെ. ഇനി നമുക്ക് കുറച്ചുകൂടി പണിയിട്ടത് വേണ്ട. 2 പീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ ഒരു കപ്പ് വേണമല്ലോ. അപ്പൊ അതിൽ നമ്മൾ 2 മരക്കഷ്ണം എടുത്തേക്കുന്നത്. ഇത് നമ്മൾ ഹോൾസെയിൽ കട്ട് ചെയ്തിട്ടേക്കുന്നത്. അപ്പൊ ഇത് ഈ ഹോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പ്രിങ് പോലത്തെ വയർ കയറിയിട്ട് ഉള്ളോട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഇരിക്കാൻ വേണ്ടിയാണ് അതിന്റെ ഹോൾ അടിച്ചേക്കുന്നത്. അപ്പൊ ഇതിൽ ഹോൾ പോയിട്ടുണ്ട് വയർ പൊലിക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ സാധനം ഒട്ടിച്ചത് ഇത് വേണമെങ്കിൽ കയറിയിട്ടാൻ പോകും. കയറിയിട്ടിട്ട് ടോപ്പില ഒരു കപ്പാണ് നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. നമ്മൾ നേരെ പശയിട്ടിട്ട് കൊടുത്ത് പശയിട്ട് കൊടുത്തല്ല കണ്ടീഷനായിട്ട് ഒട്ടിച്ചിട്ട് ഇതുമ്മ നമ്മൾ കയറിയിട്ട് എടുക്കുക. കയറിയിട്ടായിട്ട് നമ്മൾ പശ ഇടുന്നത് സിലിക്കോൺ തന്നെയാണ്. അപ്പൊ അത് വേറെ ഇത് ഈ ഒരു ഫെവിക് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഒട്ടൂല. അത് കയറായിരുന്നാൽ ഒട്ടൂല. അപ്പൊ നമുക്ക് ഇനി ഇതുമ്മ കയറിയിട്ട് എടുക്കുക എന്തായാലും. അപ്പൊ ഒരു ദിവസം കുറച്ചേരം ഇരിക്കേണ്ട ഒരു കേട്ടോ. സിലിക്കോൺ പെട്ടെന്ന് ഒട്ടാത്ത കാരണം നമ്മളപ്പോ അതാണ് കുറച്ചേരം ഇരിക്കണമെന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ ഒരു ആണി അടിച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ചിലപ്പോൾ ഇരിക്കാൻ ചാൻസ് ഇല്ല. പെട്ടെന്ന് ഒട്ടുന്ന സംഭവമല്ലല്ലോ സിലിക്കോൺ. അപ്പൊ കയറിയിട്ട് എന്തായാലും
കയറൊക്കെ ചിറ്റെല്ലാം കണ്ടീഷനൊക്കെ അപ്പോൾ കുറച്ച് നേരം ഉണങ്ങണം. അപ്പോൾ ഈ ഹോളിൽ കൂടെ നമ്മളെ മറ്റേ സ്പ്രിങ് പോലത്തെ വയർ കയറി പോകണേണ്ട. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഉണങ്ങാൻ വെക്കണം, അല്ലെങ്കിൽ ഇത് വിട്ടുപോകും. അപ്പോൾ ആണിടിച്ചോരം വെച്ചിട്ടുണ്ട് ഈ തല ഇതാക്കാൻ വേണ്ടിയിട്ട്, ഇത് ആണി ഊരിക്കളയതാണ്. അപ്പോൾ ഇതിൻ്റെ പണി ഇരുന്നേക്കണം. ഇനിയിപ്പോൾ നമുക്കുണ്ട് ഇനി ഇതും കൂടി സെറ്റ് ചെയ്ത് നമുക്കുണ്ട് തൂക്കുക ഈ സാധനം. നമുക്ക് ഇതും കൂടി സെറ്റ് ചെയ്യാൻ തുടങ്ങിയാലും കഴിഞ്ഞിട്ടേ വേണ്ട. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ കൊണ്ടുപോയി അത് കൊണ്ടുപോയി നമുക്ക് ഹാളിൽ തന്നെ, നമ്മുടെ ഡൈനിങ് ഹാളിൽ തന്നെ നമ്മൾ തൂക്കുകയാണ് ഈ സാധനം. നമുക്ക് ഇനി തൂക്കാട്ടെ സംഭവം. വീഡിയോസ് എല്ലാം കഴിഞ്ഞേക്കാണ്. അപ്പോൾ നമ്മൾ ഈ സാധനം ഹാളിൽ ഈ ഒരു ലൈറ്റ് ഫാൻസിലേക്ക് തൂക്കിയേക്കാണ്. അത്യാവശ്യം നല്ല വെട്ടമുണ്ട്, അതായത് നമ്മൾ ട്യൂബ് ലൈറ്റ് ഒന്നും നമ്മളിവിടെ ഇട്ടിട്ടില്ല, പക്ഷെ ഭയങ്കര പ്രകാശമാണ് ഇരിക്കും വേണമെങ്കിൽ. അപ്പോൾ എന്ന് പറഞ്ഞെങ്കിൽ ഈ കച്ചി വന്നേക്കണത് 350 കച്ചിയാണ് നമ്മൾ വന്നേക്കണത്. 350 കച്ചിയുമാണ് നമ്മൾ ഈ സാധനം ഒട്ടിച്ചെടുത്തേക്കണത്. അടിയിലത്തെ ഒരു കച്ചി മാത്രം നമ്മൾ ഒട്ടിച്ചേക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പശയിൽ ഫെഫിക്കുക്ക് വെച്ച് ഒട്ടിക്കാണ്ട് ഈ സാധനം ഇരിക്കൂല. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നേരെ ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ടാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത് സിലിക്കോൺ ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ടാണ് ഈ സാധനം ഒട്ടിച്ച് മുകളിലോട്ട് കയറിയപ്പോൾ പകുതി ആയിരിക്കും ഈ സംഭവം. പിന്നെ ഈ പകുതി കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ദിവസം ഞാൻ ഒട്ടിച്ചത്, അതായത് നമുക്ക് സമയം ഉണ്ടായില്ല. അത് 2 പ്രാവശ്യം ഒട്ടിച്ചിരുന്ന ഈ സാധനം നിൽക്കൂലണ്ട, കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഈ സാധനം ഒട്ടിച്ചിട്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ നമ്മൾ കമ്പി കൊടുക്കാതെ കുഴപ്പമില്ലാണ്ട് കറക്റ്റ് സെൻട്രലായിട്ട് സാധനം നിൽക്കുകയാണ്. ആ ലൈറ്റ് LED സ്ട്രിപ്പ് നിൽക്കുന്നത് കറക്റ്റായിട്ട് നിൽക്കുകയാണ്, വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ കമ്പിയൊന്നും അതിനൊരു പ്ലസ് ആക്കി കൊടുക്കേണ്ട ആവശ്യങ്ങൾ വന്നില്ല. കണ്ട, അതായത് ഇത് ആരും ചെയ്യാത്തതാണ് നമ്മൾ കൂടുതൽ ചെയ്തത്. അതായത് ഇതുപോലത്തെ ഒരു കച്ചിയുടെ ഒരു ഫാൻസ് ലൈറ്റ് ആരും ഉണ്ടാക്കി നമ്മൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ പരമാവധി പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഒട്ടിച്ച് കിടക്കാം, കംപ്ലീറ്റ് ഒട്ടിച്ച് അത് പെർഫെക്റ്റ് ആക്കി വെച്ചേക്കുന്നത് നമ്മൾ. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യുമ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണോട്ട് എല്ലാവരും. അതായത് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു കച്ചിയുടെ ലൈറ്റ് ഫാൻസി ലൈറ്റ് ഉണ്ടാക്കിയേക്കണെന്ന് തോന്നുന്നു. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ മനസ്സിലൊരു ആശയം കയറി വന്നപ്പോഴാണ് ഞാൻ ഈ ഒരു സംഭവത്തിലോട്ട് വന്നത്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുമ്പോൾ നല്ലതാണോ ചീത്തയാണോ ഒന്ന് കമൻറ്റ് ചെയ്യണോട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു അടുത്ത വീഡിയോ ഞാൻ വീണ്ടും നമുക്ക് കാണാം.